നമ്മുടെ ഈ തലയിലെഴുത്ത് മാറ്റാൻ പറ്റുമോ? അതിനെന്തെങ്കിലും വഴിയുണ്ടോ സാറേ? തലയിലെഴുത്ത് മാറ്റുക എന്ന് പറയുമ്പോൾ എറിക് ബെർണെ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഈ ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുകയും ഓരോരുത്തരുടെയും ഭാവി എങ്ങനെ ആയിത്തീരുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ഒന്ന് ദ ഗെയിംസ് പീപ്പിൾ പ്ലേ, പിന്നെ രണ്ടാമത്തെ വാട്ട് യു സേ ആഫ്റ്റർ യു സേ ഹലോ എന്നുള്ളത്. ആ പുസ്തകത്തിൽ പറയുന്നത് ഇന്ത്യക്കാർക്ക് ഇത് അറിയാമായിരുന്നു തലയിലെഴുത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിരുന്നത് ജനിക്കുമ്പോൾ തന്നെ ആളുകളിൽ തലയിലെഴുത്തിൻ്റെ അല്ലെങ്കിൽ ജനന സമയത്ത് തന്നെ നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ എറിക് ബെർണയുടെ പഠനത്തിൽ മനസ്സിലായത് പിന്നീട് സാഹചര്യങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും എല്ലാം ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് 6-ാം വയസ്സിൽ അവർ എടുക്കുന്ന ഒരു തീരുമാനവും കൂടെ അതിനോട് ചേർത്തിട്ടാണ് അവരുടെ ഭാവി നിശ്ചയിക്കപ്പെടുന്നത്. അതായത് അവർ കണ്ടതിൽ നിന്നും കേട്ടതിൽ നിന്നുമൊക്കെ ഇന്ന രീതിയിലായിത്തീരണമെന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് അവരുടെ ഭാവി രൂപപ്പെടുന്നത്. അത് 6-ാം വയസ്സിൽ അവരുടെ കമ്പ്യൂട്ടർ, തലച്ചോറാകുന്ന കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തതിന് ശേഷം അവർ മറന്നു പോകുന്നു. പക്ഷേ എപ്പോഴും അവരുടെ പ്രവൃത്തിയിൽ ഈ ഒരു തീരുമാനത്തിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കണം. ആ ചിന്തിച്ചതിന് ശേഷം അതിനെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാമെന്നുള്ളത് ആലോചിക്കേണ്ടിയിരിക്കും. ഉദാഹരണമായിട്ട് പറയുന്നത്, മിക്കവാറും കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വീടുകളിൽ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, എല്ലാവരും രാഷ്ട്രീയക്കാരാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ വീടുകളിലെല്ലാം സിനിമാക്കാരാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും അഡ്വക്കേറ്റാണ്, അല്ലെങ്കിൽ വീട്ടിൽ ഡോക്ടറാണ് എന്നെല്ലാം പറയുന്ന ഒരു സ്ക്രിപ്റ്റ്, അതായത് ആ രീതിയിലുള്ള ഒരു തിരക്കഥ എഴുതിയിട്ടാണ് അവർ മുന്നോട്ട് പോരുന്നത്. അപ്പോൾ ആ തിരക്കഥയ്ക്കനുസരിച്ച് അവരുടെ ഭാവി രൂപപ്പെടുന്നുണ്ട്. അത് ഉദാഹരണമായിട്ട് അവർ കോട്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇത് തന്നെ രോഗങ്ങളുടെ കാര്യത്തിലും വരാം. ഡയബറ്റിക് എന്ന് പറയുന്നതും തിരക്കഥയായിട്ടും വരാം. രോഗമല്ലാതെ ജനറ്റിക്കലി ഉണ്ടായതാണെങ്കിൽ പോലും പിന്നീട് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഡയബറ്റിക്കാരാണ്, ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഹാർട്ട് അറ്റാക്കുകാരാണെന്ന് പറഞ്ഞുള്ള ചിന്താഗതിയിൽ അവർ മാറ്റങ്ങൾ വരുത്താതെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ രീതിയിലും ആ രോഗങ്ങൾ ഉണ്ടാകാമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ ഈ തലയിലെഴുത്ത് നമ്മൾ ഈ ചെറുപ്പം 6 വയസ്സ് വരെ നമ്മൾ അത് വെച്ചുകൊണ്ടാണ് നമുക്ക് പിന്നീട് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. 6-ാമത്തെ വയസ്സിൽ നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന ഒരു തിരക്കഥ, അതായത് എനിക്ക് ഇന്ന പോലെ ആകണം, ഇന്ന ആളിനെ പോലെ ആകണം. അത് നമ്മൾ ഈ രാഷ്ട്രീയക്കാരുടെ കുടുംബത്തിലും മറ്റും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവരെ ചെറുപ്പത്തിൽ കണ്ട് ശീലിച്ചതിൽ നിന്ന് അവരവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു തിരക്കഥയിൽ കൂടി അവർ മുന്നോട്ട് പോകും. അപ്പോൾ അതിനെ മാറ്റാനായിട്ടും മാറ്റിമറിക്കാനായിട്ടും ഒരു ബോധപൂർവമായ ശ്രമം വേണം. ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എന്താണ് എനിക്ക് ആകാവുന്നത്, ഇത് മാറേണ്ടത് എങ്ങനെ, അല്ലെ എനിക്ക് വേറൊരു വഴി തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു ബോധപൂർവമായ ഓരോ നിമിഷത്തിലെയും തിരഞ്ഞെടുപ്പ്, അതിൽ കൂടെ മാത്രമേ അത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തലയിലെഴുത്തും മാറ്റാം. കാരണം പലപ്പോഴും നമ്മൾ പൂജാരിയുടെ അടുത്തോ ജ്യോത്സ്യൻ്റെ അടുത്തോ ഒക്കെ പോയി ഈ വരാനുള്ള വിധിയെ മാറ്റണമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അവരും മാറും എന്ന് പറഞ്ഞ് ഓരോ പൂജകളും കർമ്മങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് തന്നെയും ഇത് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റാൻ, എങ്ങനെ പറ്റും അത് മാറ്റാൻ? അതിന് സ്ക്രിപ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അപ്പോൾ അതിലേക്ക് പഴയ കാലത്തിലേക്ക് പോയിട്ട് നമ്മൾ എങ്ങനെയാണെന്നും പിന്നെ കുറേ നാളത്തെ ട്രെയിനിങ് കൊണ്ട്, നമ്മളുടെ വിഷ്വലൈസേഷൻ കൊണ്ട്, ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ച് ഇതൊക്കെ വ്യക്തമായ ധാരണയോടുകൂടി പുസ്തകത്തിൽ എഴുതിയിട്ട് ഡെയിലി അത് മനസ്സിലാക്കുകയും ഒരു മെഡിറ്റേറ്റീവ് രീതി അതിനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇട്ട് അതിനെ വർക്കൗട്ട് ചെയ്യാൻ അനുവദിച്ചാൽ മാത്രമേ അത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഡെയിലി പറഞ്ഞ പോലെ അത് എങ്ങനെ അത് വർക്കൗട്ട് ചെയ്തെടുക്കുക, എങ്ങനെ എടുക്കും, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ള സാർ? അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാതെ ഒരു ചെറിയ സമയം കൊണ്ട് അത് പറഞ്ഞു തീർക്കാൻ. അപ്പം ഈ തലയിലെഴുത്ത് നമുക്ക് എന്തായാലും മാറ്റാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും.